ആങ്സൈറ്റി ഡിപ്രഷൻ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ട്. നമ്മൾ റിയലൈസ് ചെയ്തു. 1, 2, 3 എപ്പിസോഡ്സിലാണ് നമ്മൾ ഇത് എൻഡ് ചെയ്തത്. അപ്പൊ ഇത് 3rd എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൊല്യൂഷൻസ് ആണ്. ഇതിൽ ഏത് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ മെത്തേഡ്സേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതിൽ റോക്കറ്റ് സയൻസ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് പോവാം. ഒരു നേച്ചർ വാക്ക് എടുക്കുക. ഓക്കെ, ചെരുപ്പൊക്കെ ഊരിയിട്ട് നേച്ചറിൽ വാക്ക് ചെയ്യുക. ഒന്ന് എർത്തിങ് കിട്ടും. എർത്തിങ് കിട്ടുമ്പോൾ നെർവസ് സിസ്റ്റം കാം ആവാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യുക, ഒരു പുഴയുടെ തീരത്തൊക്കെ ഇരുന്ന് ആലോചിക്കാൻ തോന്നുമ്പോൾ ഒരു പുഴയുടെ തീരത്തൊക്കെ ഇരുന്ന് ആലോചിക്കുക. എന്താ ചെയ്യണ്ടേ, എന്താണ് എന്റെ ഫ്യൂച്ചർ ഇരിക്കുക, വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കുക. ഫ്യൂച്ചർ എങ്ങനെ ഇരിക്കുന്നു വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കുക. മൂന്നാമത്തെ ഒരു മെത്തേഡാണ് അഫേം ചെയ്യുക. ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ലവ് മൈസെൽഫ്. ഇത് മിററിൽ നോക്കി എല്ലാ ദിവസവും പറയാം. ആദ്യമൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മിററിനെ ഫേസ് ചെയ്യാൻ പ്രോബ്ലം ആയിരിക്കും. നമ്മൾ നമ്മളെ തന്നെ ഫേസ് ചെയ്തില്ലെങ്കിൽ വേൾഡ് നമ്മളെ എങ്ങനെയാണോ ഫേസ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേ ഹെൽതി വിത്ത് യോർ സെൽഫ്. ഫസ്റ്റ് ടാസ്ക്. ഇങ്ങനെ കുറച്ച് ചെറിയ ടിപ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇല്ല കുറച്ചും കൂടെ ലോങ് ആയിട്ട് ചെയ്യണം തോന്നുകയാണെങ്കിൽ എന്റെ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം ഉണ്ട്. ഏർലി മോർണിംഗ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ആ സേവേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്ത് നമ്മൾ കുറേ സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്ത് നമ്മൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്ത് അഫർമേഷൻ ഒക്കെ ചെയ്ത് വിഷ്വലൈസ് ഒക്കെ ചെയ്ത് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് നമുക്ക് സെറ്റ് ആവാൻ പറ്റും. ഞങ്ങളൊരു 1 day പ്രോഗ്രാമും ഇതിനു വേണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഒരു റൈറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതേപോലെ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണോ നിങ്ങൾ? എന്താണ് എല്ലാവരും പറയുന്നു, നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്നു ഞാൻ ആങ്ഷ്യസ് ആണ്, ഡിപ്രസ്ഡ് ആണ്, റീല് നോക്കിയിട്ട് അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞു ടെസ്റ്റുകൾ നമുക്ക് വേണ്ടി ചെയ്തു നോക്കിയാലോ? നമുക്ക് തിരിച്ചറിയേണ്ട അത്യാവശ്യമുണ്ടല്ലോ, ഈ കൺഫ്യൂഷൻ തീർക്കണമല്ലോ. അപ്പൊ എങ്ങനെ തീർക്കണം എന്നുള്ളത് കുറച്ച് ടിപ്സ് നോക്കാം. ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ ആ ഇൻട്രസ്റ്റ് പോയി. ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഏറെ കൂടുതലാണ്. ഒരു റെസ്പോൺസിബിൾ ടാസ്ക് മദർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ അത് മാറ്റിവെച്ച് പിന്നെ അത് മറന്നുപോയി പിന്നെ ഈ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെയ്തിട്ടേ ഉണ്ടാവില്ല. അപ്പോഴും ഇത് ആണ് എന്നുള്ളതാണ്. പിന്നെ ഒറ്റയ്ക്ക് എപ്പോഴും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തും നിങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്ക്രോൾ ചെയ്ത് പോവുകയാണ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നാണ് അർത്ഥം. നാലാമത്തെ ഒരു പോയിന്റ് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇമോഷണലിയും ഫിസിക്കലിയും മെന്റലിയും ഭയങ്കര ഡ്രെയിൻഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യണം എന്ന് മൈൻഡ് പറയും, പക്ഷെ ബോഡി വേറെ ഒന്നാണ് പറയുന്നത്. കിടന്നുറങ്ങിയാൽ മതിയല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും. ലോൺലിനെസ്സിന് എഡിക്റ്റീവ് ആയിരിക്കും. പിന്നെ ഒരു കോഫിക്ക് ഒരാൾ വിളിച്ചാൽ പോലും ചാടിത്തുള്ളി പോകുന്ന ഒരാളായിരുന്നുണ്ടാവും. ഇൻട്രോവേർഡ് ആയിട്ട് എക്സ്ട്രോവേർഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. എക്സ്ട്രോവേർഡ്സ് ആണെങ്കിൽ ഇൻട്രോവേർഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ് കംപ്ലീറ്റ്ലി ഇത് കേട്ടിട്ട് തന്നെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഐ എം ഹിയർ ടു ഹെൽപ്പ് യു വിത്ത് ദ സെയിം. ഞാൻ നിങ്ങളെ കംപ്ലീറ്റ്ലി ഗൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. എനിക്കൊരു സേവേഴ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് ആങ്സൈറ്റി ഡിപ്രഷനെ ഗെറ്റ് റീഡ് ചെയ്യാൻ. ആ ഒരു ഗെറ്റ് റീഡ് പ്രോഗ്രാം നിങ്ങൾക്കും എൻറോൾ ചെയ്യാം. സൈൻസ് ഓഫ് ആങ്സൈറ്റി ഡിപ്രഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് തിരിച്ചറിയണ ഒരു മൂവ്മെന്റ് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും റിയലൈസ് ചെയ്തിട്ടുണ്ടോ? സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇത് മൂന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഒരു പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ. സ്ട്രെസ് ഇല്ലെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടാവില്ല, ഗോളിന്റെ ടുവേർഡ്സ് പോവാൻ പറ്റില്ല. ഒരു നമ്മളുടെ കേപ്പബിലിറ്റിയിലും കൂടുതൽ എത്തണമെങ്കിൽ ഒരു ഇച്ചിരി സ്ട്രെസ് നമുക്ക് വേണം, അല്ലെങ്കിൽ ഒരു ഇത്തിരി റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ നിൽക്കാൻ സ്ട്രെസ് ഒരു കീ ഫാക്ടർ ആയിട്ട് മാറും. അതേ തന്നെ കൂടുതലായി കഴിയുമ്പോൾ എന്തു ചെയ്യണം എന്നറിയാത്ത ഒരു സ്റ്റേജിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ആങ്സൈറ്റി. ഈ ആങ്സൈറ്റി സ്റ്റേജിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ റൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു മൂമെന്റിലേക്ക് വന്ന് എത്തിപ്പെടും. അതാണ് ആങ്സൈറ്റി. നമ്മൾക്ക് പണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റുക, ലോൺലിനെസ്സിന് എഡിക്റ്റ് ആവുക, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും. ഇവിടെ നമുക്ക് ഹെൽപ്പിന്റെ ആവശ്യമുണ്ടാവും. കോഫി വിത്ത് എ ഫ്രണ്ട് വിൽ ഡു ഗ്രേറ്റ്.
ഒരു നേച്ചർ വാക്ക് വിൽ ഡു അമേസിങ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ തന്നെ നമുക്ക് ആൻസൈറ്റിനെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഡിപ്രഷൻ ഇസ് സ്റ്റേജ് 3. ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ. നെർവസ് ലിംഗ്വിസ്റ്റിക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും, നെർവസ് സിസ്റ്റമിനെ എഫക്ട് ചെയ്യും, നമുക്ക് ഭയങ്കര ഹെഡേക്ക് വരും, മൈഗ്രെയിൻ പോലത്തെ പ്രോബ്ലംസ് വരും. കുറെ ഡിപ്രസ്ഡ് ആവുന്നത് റിയലൈസ് ചെയ്യും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാണ്ട് കരയുക, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പുറത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ഫിയർ ഫാക്ടർ ഉണ്ടാവുക. ചെയ്യണം എന്ന് ആഗ്രഹിച്ച പലതിനും പല തടസ്സങ്ങൾ വരിക, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ, വണ്ടി ഓടിച്ച് വീട് വരെ എത്താൻ പറ്റില്ലാത്ത ഒരു സിറ്റുവേഷൻ, എവിടെയെങ്കിലും പോയി ഇടിക്കുക വണ്ടി, ഇങ്ങനത്തെ കുറെ സിറ്റുവേഷൻസിൽ കൂടെ ഫേസ് ചെയ്യും. നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യണമെങ്കിൽ ഒരു 1-on-1 കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരു അനാലിസിസ് ഷീറ്റ് ഉണ്ട്. ഈ അനാലിസിസ് ഷീറ്റ് നമുക്ക് രണ്ടുപേർക്കും ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്നുള്ളത് അറിഞ്ഞ് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. താങ്ക് യു.